അറബി എവരിത്തിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള, അല്ലെ അവർക്ക് വരുന്ന സിമ്പിളായിട്ടുള്ള മിസ്റ്റേക്സ്, എക്സാമിന് വരുന്ന മിസ്റ്റേക്സ് എന്താണെന്നോ അതിനുള്ള സൊല്യൂഷനുമായിട്ടാണ്. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കുകയാണെങ്കിൽ സാധാരണ BA കുട്ടികളെ അപേക്ഷിച്ച് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതുമ്പോൾ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് പല വിദ്യാർത്ഥികളും ക്ലാസ് എടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്താ അതിനുള്ള പ്രോബ്ലംസ് എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നോട്ട് റീഡിങ് ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. അപ്പോൾ BA വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് കൊമേഴ്സ് വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് എഴുതി തീർക്കാനുള്ളൊരു തത്രപ്പാട് കാണിക്കും. അപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളായിട്ട് വായിക്കത്തില്ല. മിസ്റീഡിങ്, മിസ്ഇൻറ്റർപ്രിറ്റിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിട്ട് മാറും? ഇൻകറക്റ്റ് ആൻസേഴ്സിനായിട്ട് മാറാറുണ്ട്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ആണ്. ഫോളോയിങ് അലോക്കേറ്റഡ് ടൈം എഫക്റ്റീവ്ലി ക്യാൻ റിസൾട്ട് ദ ഇൻകംപ്ലീറ്റ് ആൻസേഴ്സ് ഓർ റഷ്ഡ് റെസ്പോൺസസ് എന്നാണ് പറയുക. അതായത് നല്ല രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസർ എഴുതിയില്ലെങ്കിൽ ലാസ്റ്റൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ആൻസർ കൂടി എഴുതാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരാറുണ്ട് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക്. പിന്നെന്താണ് ഇൻസഫിഷ്യൻറ്റ് പ്രിപ്പറേഷൻ. പല വീഡിയോസും പല ചാനൽസും പല രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് നമ്മൾ ഷോർട്ടാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ പ്രിപ്പറേഷനിൽ ഇൻസഫിഷ്യൻ്റ് ആയിപ്പോകും. കറക്റ്റ് കോളേജിൽ, സ്കൂളുകളിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ നോട്ടായിട്ടിട്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കാൽക്കുലേഷൻ എറേഴ്സ് ആണ്. മിസ്റ്റേക്ക് ഇൻ കാൽക്കുലേഷൻസ് ക്യാൻ ലീഡ് ടു ഇൻകറക്റ്റ് എറേഴ്സ് ആൻഡ് എസ്പെഷ്യലി സബ്ജക്റ്റ് ലൈക്ക് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് പോലുള്ളതിലെല്ലാം കാൽക്കുലേഷൻ എറേഴ്സ് നിങ്ങളുടെ മാർക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. എന്നാലും സിമ്പിളായിട്ട് വരുത്തുന്ന ചില മിസ്റ്റേക്സുകൾ കാരണം നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇല്ലാണ്ടായി പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കണ്ടുവരുന്ന മിസ്റ്റേക്സ് എന്താണെന്നാണ് നോട്ട് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. അവർക്ക് മുഴുവനായിട്ടും ക്വസ്റ്റ്യൻസിനെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം കാണാം. നമ്മൾ പേപ്പർ വാല്യൂ ചെയ്യുമ്പോഴൊക്കെ കാണാം. ഫോളോയിങ് ടു അഡ്രസ് ദ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഓർ ടോപ്പിക് ആൻഡ് റിസൾട്ട് ഇൻ ദ ലാസ്റ്റ് മാർക്ക്. പിന്നെ വരുന്നത് പുവർ പ്രസൻറ്റേഷനാണ്. ലാംഗ്വേജ് പഠിക്കുന്നവരെക്കാളും ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ടായിരിക്കും കൊമേഴ്സ് വിദ്യാർത്ഥികളെ കാണാറ്. അപ്പോൾ അവർ അതൊന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ അവരുടെ പേപ്പേഴ്സ് നോക്കുന്നവർക്ക് സാധിക്കും. പേപ്പർ നോക്കുന്നവർക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. നോട്ട് പ്രൊവൈഡിങ് എക്സാമ്പിൾസ് ഓർ ഇലസ്ട്രേഷൻസ്. വെറും ഫാക്റ്റ് മാത്രം, പോയിൻറ്റ്സ് നോട്ട്, ഷുവർ ഷോട്ട് നോക്കി പഠിച്ചിട്ട് പോയിൻറ്റ്സ് മാത്രം എഴുതി വെക്കുമ്പോൾ അതിൻ്റെ ഇലസ്ട്രേഷൻസ് അവർ മറന്നു പോവുകയും അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുന്നത് കുറയാനും സാധ്യത കാണാറുണ്ട്. ആൻഡ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് കുറയുന്നൊരു കാര്യമാണിത്. പ്രത്യേകിച്ച് കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഹൈ ലെവൽസ് ഓഫ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ക്യാൻ പെർഫോമൻസ് ആൻഡ് ലീഡ് ടു ദ മിസ്റ്റേക്സ് എന്ന് കാണാം, ഇൻപയർ. സോ നമുക്ക് ആ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി കുറയ്ക്കാൻ കാണാൻ നമ്മൾ തന്നെ ഒരു മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സാധാരണയായിട്ട് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി ആൾക്കാർ ചെയ്യുന്ന ഒരുപാട് യോഗയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഫോളോ ചെയ്യാം, നമ്മളാണ് ചെയ്യേണ്ടത്. ആൻഡ് റിവ്യൂവിങ് ആൻസേഴ്സ്. ഫോളോയിങ് ടു റിവ്യൂവിങ് ആൻസേഴ്സ് ബിഫോർ സബ്മിറ്റിംഗ് ദ എക്സാം ക്യാൻ റിസൾട്ട് ദ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് കറക്റ്റ് മിസ്റ്റേക്സ്. നിങ്ങൾ ലാസ്റ്റ് ടൈമിന് ഒന്ന് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒന്നുകൂടി വായിച്ചു നോക്കി അതിനെന്താ ഇനിയും വേണ്ടതെന്നുള്ളത് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് സാധിക്കാറില്ല. കാരണം അവർക്ക് ടൈം തികയാറില്ല, അത്രയും എഴുതേണ്ടി വരും. ആൻഡ് പിന്നെ ഒന്ന് കാണുന്നത് ഇഗ്നോറിങ് എക്സാം ഇൻസ്ട്രക്ഷൻസ് ആണ്. പെട്ടെന്ന് തന്നെ ആൻസേഴ്സിലേക്ക് കടക്കുകയും ദേ വർ നോട്ട് ഫോളോയിങ് എക്സാം ഇൻസ്ട്രക്ഷൻസ് സച്ച് ആസ് വേർഡ് ലിമിറ്റ്സ്, സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ക്യാൻ റിസൾട്ട് ഇൻ ദ ലോസ്റ്റ് മാർക്സസ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. പെട്ടെന്ന് തന്നെ എസ്സേസിലേക്ക് പോവുക, എസ്സേ ചെയ്ത് പെട്ടെന്ന് തന്നെ പ്രോബ്ലം ചെയ്യുക, പെട്ടെന്ന് തന്നെ അവരുടെ ആൻസേഴ്സൊക്കെ എഴുതി തീർക്കാനും ഒരു ധൃതി കാണിക്കും എപ്പോഴും കുട്ടികൾ.
അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് എന്താണോ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത് അതൊക്കെ ആ ആൻസർ ഷീറ്റിൽ കൊടുത്തുകൊണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്കും കിട്ടാറുണ്ട്, അവർ ഹൈ റാങ്കിലേക്കും പോകാറുണ്ട്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഒന്ന് കീപ്പ് ഇൻ മൈൻഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഹൈ ലെവലിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് എക്സാം ചെയ്ത് ഇനി വരുന്ന എക്സാമിനെങ്കിലും 2-3 എക്സാംസ് ഓൾറെഡി കഴിഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇനി വരുന്ന യൂണിവേഴ്സിറ്റി എക്സാംസിലൊക്കെ നിങ്ങൾക്കിത് പെർഫോം ചെയ്യാൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ സാധിക്കും. ഓക്കെ, ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.